ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൊഴുവ വെച്ച് നല്ല ഒരു അടിപൊളി ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കൊഴുവയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കൊഴുവ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വറുത്തെടുക്കാം. കൊഴുവയുടെ ഫ്രൈ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കറിവേപ്പില ഇട്ട് നന്നായി മുരിച്ചെടുക്കാം. നന്നായി മുരിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മുരിഞ്ഞ് വന്നതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച കൊഴുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ അത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഇട്ട കൊഴുവ ഫ്രൈ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ കൊഴുവ ഫ്രൈ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, ചപ്പാത്തിയിലൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.